ആർക്കെങ്കിലും സംശയം തോന്നില്ലേ? അതൊക്കെ തമ്പുരാൻ നോക്കുള്ളൂ. ഏതായാലും പത്രത്തിൽ ഫോട്ടോ വന്ന് സ്ഥിതിക്ക് പകൽ യാത്ര ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആരാ? കടൽ തീരത്ത് മുഴുവൻ കാവലേർപ്പെടുത്തിയിട്ടും ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ചാണ് അവർ രക്ഷപ്പെട്ടത്. ഏതായാലും രാജേട്ടന് വിവരം തന്നതിന് വളരെ നന്ദി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. നമ്മുടെ പത്രത്തിൽ ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കേണ്ടെന്ന് എഡിറ്റേഴ്സിന്റെയും റിപ്പോർട്ടേഴ്സിന്റെയും മീറ്റിംഗിൽ തീരുമാനിച്ചിട്ടുള്ളതല്ലേ? അത് മിസ്റ്റർ രാജേന്ദ്രൻ മറന്നുപോയി. കേരള ഗർജനം പത്രത്തിന്റെ പത്രാധിപരാണ് മിസ്റ്റർ തമ്പുരാൻ. ഇതൊരു ഇന്റർനാഷണൽ ന്യൂസ് ആണ്. ഈ വാർത്ത നമ്മുടെ പത്രത്തിൽ വേണ്ടെന്ന് പറയുന്നത് സങ്കടമാണ്. ഐ എം വെരി സോറി മിസ്റ്റർ രാജേന്ദ്രൻ. ഇതാരെയും വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന കാര്യമല്ല സർ. വളരെ സെൻസേഷൻ സൃഷ്ടിക്കുന്ന ഒരു വാർത്തയായിരിക്കും. സെൻസേഷൻ സൃഷ്ടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മതിയോ? ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നതുകൊണ്ട് പത്രം ഓഫീസ് അടച്ചുപൂട്ടേണ്ടി വന്നാലോ? അതൊരിക്കലും ഉണ്ടാവില്ല സർ. സമൂഹദ്രോഹികളെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് പത്രധർമ്മം. പത്രധർമ്മം ഏതായാലും അതിന്റെ പേരിൽ നാട്ടിലുള്ള വലിയ ആളുകളൊക്കെ ശത്രുക്കളാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓൾറൈറ്റ്, നിങ്ങളുടെ ഈ തീരുമാനത്തിൽ എനിക്ക് സഹതാപമുണ്ട് സാർ. ഈ വാർത്ത പ്രസിദ്ധീകരിക്കാൻ 100 പത്രങ്ങൾ ഈ നാട്ടിലുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു പത്രത്തിന് കൊടുക്കും. നിൽക്കും ശ്രീ ആന്ധ്രൻ. നിങ്ങൾ പിണങ്ങി പോവാണ്. പിന്നല്ലാതെ നട്ടിലുള്ളവർ ആരെങ്കിലും ഈ വാർത്ത വേണ്ടെന്ന് വെക്കുമോ? ക്ഷമിക്കൂ, ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചാണ്. പരീക്ഷിച്ചത്? അതെ, നിങ്ങളാണ് യഥാർത്ഥ പത്രപ്രവർത്തകൻ. പത്രധർമ്മം ജനങ്ങളുടെ വികാരമാണെന്ന് മനസ്സിലാക്കിയ ധീരനാണ് നിങ്ങൾ. വരൂ.
Come on. ഇരിക്കൂ. ഇത് വാങ്ങും. ഒരു ഇന്റർനാഷണൽ ന്യൂസ് കൊണ്ടുവന്നതിന് എന്റെ ഒരു ചെറിയ സമ്മാനമാണ്. വേണ്ട സർ, ഈ സമ്മാനത്തേക്കാൾ വലുതാണ് ഈ വാർത്ത നാളത്തെ പത്രത്തിൽ തന്നെ പ്രസിദ്ധീകരിച്ച് കാണുന്നത്. വെരി ഗുഡ്. രാജേന്ദ്രനെ പോലുള്ള ആദർശശാലികളാണ് കേരള ഗർജനത്തിന്റെ സ്വത്ത്. റീറ്റ, പ്ലീസ് കം. സർ. റീറ്റ, ഹോട്ടൽ സീ ലാൻഡ്സിൽ ഒരു ടേബിൾ ബുക്ക് ചെയ്തേക്കും. ഫോർ 2 persons. യെസ് സർ. കമോൺ മിസ്റ്റർ രാജേന്ദ്രൻ, നമുക്കിന്നൊന്ന് ആഘോഷിക്കാം. കമോൺ, കം. Hey, Mister. Mister. Come on, hurry, Mister. Hey, Mister. Mister. ഇയാൾ നല്ലപോലെ കുടിച്ചിട്ടുണ്ട്. തൂക്കിയെടുത്ത് ജേബിൽ കെട്ടും. ഞാനാണ് തമ്പുരാൻ. ഇനി അവിടെ താമസിക്കുന്ന അപകടമാണ്. ഉടനെ സ്ഥലം മാറണം. എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് പോകുന്നു. അവിടെ നമ്മുടെ ആളുകളുണ്ട്. ഓക്കെ? ഇറങ്ങി വരൂ. ഇറങ്ങി വരെ. കരയാതെ നിർമ്മലേ. ഇങ്ങനൊരു കാഴ്ച കാണേണ്ടി വരുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ക്ഷമിക്കൂ നിർമ്മലേ. മദ്യപിച്ച് പരിചയമില്ലാത്ത ഞാൻ പത്രാധിപം നിർബന്ധിച്ചതുകൊണ്ട് ആദ്യമായി ഇന്നലെ ഞാൻ അല്പം കുടിച്ചു. അബോധാവസ്ഥയിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹം ആ നിലയിൽ നിങ്ങൾ എങ്ങനെ തനിയെ വീട്ടിലേക്ക് അയച്ചു? എന്തോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന്റെ വിവരങ്ങൾ അറിയിക്കാനാണ് ഞാൻ രാത്രി ഓഫീസിൽ ചെന്നത്. റെയിൽവേ ക്രോസിൽ നിന്നാണ്
പോലീസിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. ഏതായാലും നീ ചന്ദ്രനെ വിവരമൊന്ന് അറിയിക്കണം. അറിയിക്കാം. എന്റെ ക്യാമറയും ടേപ്പ് റെക്കോർഡറും ഒക്കെ എവിടെ പോയെന്നറിയില്ല. ഈ പറഞ്ഞ 2 സാധനങ്ങളും ഇവിടെ കിട്ടിയിട്ടില്ല. എന്താ നടന്നെന്ന് ഒന്ന് ദയവ് ചെയ്ത് പറയാമോ? പറയാം. ഏതോ മർമ്മപ്രധാനമായ ഒരു വാർത്ത കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് മിസ്റ്റർ രാജേന്ദ്രൻ കുടിച്ചിലക്കില്ലാതെ ഇവിടെ വന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് തന്നെത്താൻ കാറോടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടത്. പക്ഷെ കേൾക്കണ്ടേ? ഇല്ല, അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അത് തന്നെയായിരുന്നു എന്റെ വിശ്വാസം. പക്ഷെ നടന്നതാണ്. പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം ജാമ്യത്തിൽ ഇറക്കാൻ എന്റെ സർവ്വശ്രമവും ഞാൻ നടത്തി നോക്കി. പക്ഷെ പോലീസ് ഓഫീസേഴ്സ് മുഴുവൻ രാജേന്ദ്രനെതിരാണ്. അതെന്താ? ഉദ്യോഗസ്ഥന്മാരെ താരടിച്ച് കാണിക്കുന്ന റിപ്പോർട്ടുകളല്ലേ രാജേന്ദ്രൻ പത്രത്തിന് കൊടുക്കുന്നത്. അപ്പോ പിന്നെ വൈരാഗ്യം കാണാതിരിക്കുമോ? നിങ്ങൾ പറയുന്നത് മുഴുവനും നുണയാണ്. എന്റെ ഭർത്താവിനെ എനിക്ക് നല്ലതുപോലെ അറിയാം. അദ്ദേഹം കണ്ടുപിടിച്ച കള്ളക്കടത്തുകാരനുമായി നിങ്ങൾക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് എന്റെ ഭർത്താവിനെ നിങ്ങൾ മനഃപൂർവ്വം ഒരു കെണിയിലാക്കി. അദ്ദേഹത്തെ നിങ്ങൾ ചതിക്കില്ലേ ചെയ്തത്? മിസ്സിസ് രാജേന്ദ്രൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യം. നിരപരാധിയായ എന്റെ ഭർത്താവിനെ ജയിലിലടയ്ക്കാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ സത്യത്തിന്റെ വാമൂടി കെട്ടാൻ ഒരിക്കലും നിങ്ങൾക്ക് കഴിയില്ല. എന്റെ ഭർത്താവിന്റെ കഴിവുകളെ മാനിക്കുന്ന 100 പത്രങ്ങൾ ഈ നാട്ടിലുണ്ട്. ആ പത്രങ്ങളിലൂടെ നിങ്ങളുടെ ഈ വഞ്ചനയുടെ കഥ ഞാൻ പുറത്തു കൊണ്ടുവരും. റീത്ത, സർ, നിങ്ങൾ ആരാണ്? ഈ മുറിയിൽ എങ്ങനെ കടന്നു? ന്യായമായ ചോദ്യം. ഞാൻ ആരാണെന്ന് തൽക്കാലം അറിയണ്ട. ഏത് പൂട്ടിയ മുറിക്കുള്ളിലും കടക്കാൻ കഴിവുള്ള ആളാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അത് മതി. നിങ്ങൾക്ക് എന്ത് വേണം? ഇതെന്താണെന്ന് അറിയാമോ? തോക്ക്. പത്രാധിപരെ പോയി വിരട്ടിയിട്ട് വരികയാണല്ലേ? നിന്റെ ഭർത്താവിന് പറ്റിയ കുഴപ്പങ്ങളെ പറ്റി ഏതെങ്കിലും പത്രക്കാരെ അറിയിച്ചാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും. ഒരു കാര്യം കൂടി, ഇങ്ങനെ ഒരാളിവിടെ വന്ന വിവരം പുറത്തൊരു ജീവിയോട് പോലും മിണ്ടിപ്പോരുത്. ഭർത്താവിനോട് പോലും. പൂട്ടിയിട്ട് ഈ മുറിക്കുള്ളിൽ കിടന്ന് എനിക്ക് ജയിലിനുള്ളിൽ കിടന്നും ഒരാളെ കൊല്ലാൻ കഴിയുമെന്നുള്ള കാര്യം ഓർമ്മയിരിക്കട്ടെ. ഹലോ. ഉണ്ടല്ലോ, കൊടുക്കാം. സാർ, കോൾ ഫോർ യു. യെസ്, തമ്പുരാൻ ഹിയർ. രാജേന്ദ്രനെ ശിക്ഷിച്ചോ? 6 മാസത്തേക്കോ? വെരി ഗുഡ്. ഇനി കുറെ കാലത്തേക്ക് അവനെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ല. ഓക്കെ.